കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ ഞാൻ ടിക്കറ്റ് റേറ്റ് ചെക്ക് ചെയ്തപ്പോൾ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരാനായിട്ട് 1,00,000 രൂപയിൽ കൂടുതലാണ് ഞാൻ കണ്ടത്. മിസ്റ്റർ അജിംസ് സൂചിപ്പിച്ചല്ലോ, ഒരു 3-5 മണിക്കൂർ മുമ്പാണ് ഫെയർ കൺട്രോൾ വന്നത്. ഞാനിത് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിപ്പോഴും ഓർക്കുന്നു, പ്രഫുൽ പട്ടേലിൻ്റെ കാലത്താണ്, UPSA സർക്കാരിൻ്റെ കാലത്താണ് ഈ ഫെയർ കൺട്രോൾ കൊണ്ടുവന്നത്. അന്ന് പ്രഫുൽ പട്ടേൽ പോകുന്ന പോക്കിൽ വയലാർ രവിക്ക് കൈമാറുന്നതിന് മുമ്പായിട്ട് ഈ ഫെയർ കൺട്രോൾ അങ്ങോട്ട് വിഡ്രോ ചെയ്തു. അന്നും ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത, അന്ന് ഫുൾ എയർലൈന് മാത്രമേ ഈ ഫെയർ കൺട്രോൾ ബാധകമായിരുന്നുള്ളൂ. അപ്പോഴേക്കും അവസാന കാലമായപ്പോഴേക്കും ഈ UPA സർക്കാരിൻ്റെ അവസാന കാലമായപ്പോഴേക്കും വളരെയധികം ബഡ്ജറ്റ് എയർലൈൻസ് വന്നു. ബഡ്ജറ്റ് എയർലൈൻസിന് ഇത് കൺട്രോൾ ബാധകമല്ല എന്ന് മാത്രമല്ല, അവർ എത്ര വാങ്ങിക്കാൻ പറ്റും അതിലും കൂടുതലായിട്ട് വാങ്ങിക്കണം. ഞാൻ കഴിഞ്ഞ ഒരു മുരളീധരൻ, അതാണ് എൻ്റെ ചോദ്യം. 10 ദിവസം മുമ്പ് എന്നിട്ടും ബഡ്ജറ്റ് എയർലൈൻസ് എന്ന പേരാണ് ബാക്കി. അല്ല, അതിൽ പറയണത് കാര്യം അങ്ങനെ എന്നോട് പറഞ്ഞല്ലോ, ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇവർക്ക് കിട്ടുന്ന പൈസ, രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും അഴിമതിയുള്ളൊരു സെക്ടർ. ഞാൻ എൻ്റെ 45 കൊല്ലമാണ് ഞാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിനും മറ്റുമൊക്കെ വേണ്ടി ഡൽഹിയിൽ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ പോകുമായിരുന്നു. വിവിധ മന്ത്രിമാർ, വ്യോമയാന മന്ത്രിമാരുമായി നിരന്തരം ബന്ധപ്പെട്ട് കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളം, അന്ന് തിരുവനന്തപുരം മാത്രമേ എയർപോർട്ടുള്ളൂ, ഇൻ്റർനാഷണൽ സർവീസ് ഉള്ളൂ. ഒത്തിരി അതിൻ്റെ ഉള്ളിലുള്ള കള്ളക്കളികൾ ഞാൻ ഒരു പരസ്യമായിട്ടുള്ള ഇതിൽ പറയുന്നത് ശരിയല്ല. അഴിമതിയുടെ കൂത്തരങ്ങാണ് ഈ വ്യോമയാന രംഗം. ഈ കൺട്രോള് വിഡ്രോ ചെയ്ത പ്രഫുൽ പട്ടേലിന് എത്രായിരം കോടി കിട്ടിയെന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ അതിന് പറയാൻ അശക്തനാണ്. പക്ഷേ എയർ ഇന്ത്യയുടെ വിമാനം കച്ചവടം നടത്തിയപ്പോൾ 10,000 കോടി രൂപ അദ്ദേഹത്തിന് കിട്ടി. നമ്മുടെ കണ്ണൂർ ഡയറക്ടറായിട്ടിരിക്കുന്ന തുളസീദാസനും അന്ന് അദ്ദേഹമാണ് CMD. CBI കേസ് വന്നു, പ്രഫുൽ പട്ടേൽ BJP സർക്കാരിൻ്റെ ആളായി. ആ CBI കേസും എല്ലതും പോയി, വെള്ളത്തിലായി. തുളസീദാസ് രക്ഷപ്പെട്ടു, പ്രഫുൽ പട്ടേലും രക്ഷപ്പെട്ടു. ഇത് എത്ര പറഞ്ഞാലും, ഈ അഴിമതിയെ കുട്ടി എത്ര പറഞ്ഞാലും നമുക്ക് അവസാനിക്കില്ല ഈ വ്യോമയാന രംഗത്തിൻ്റെ. ഞാനിനി ഈ ഫാക്ടറിയിലോട്ട് വരാം. ഇപ്പോൾ ഈ വന്ന ഓർഡർ ഫെയർ കൺട്രോൾ ഇപ്പോൾ വന്നപ്പോൾ ഞാൻ വീണ്ടും ഈ കേരളത്തിലെ 4 എയർപോർട്ടും ചെക്ക് ചെയ്തു. അവിടെ 18,000 ഏറ്റവും മാക്സിമം ചാർജ് ചെയ്യാവുന്നത്. കൊച്ചിയിൽ മാത്രം 20,000 രൂപ വരെ ഫെയർ കണ്ടു. ഇത് എക്കണോമിക് ക്ലാസ്സിന് മാത്രമേ ബാധകമുള്ളൂ, പോരാ, ഇത് ബിസിനസ് ക്ലാസ്സിനും ബാധകമാക്കണം. അത് ബിസിനസ് ക്ലാസ്സിൻ്റെ ലെവലിൽ ബാധകമാക്കണം. യാത്രക്കാരന് എല്ലാ സെക്ടറിലും അവർക്ക് സംരക്ഷണം കിട്ടണം. ഈ കൊള്ളയടി അവസാനിപ്പിക്കണം. ഇത് ഒത്തിരി കൊല്ലങ്ങളായിട്ട് നമ്മൾ സൗണ്ട് ചെയ്ത് പറയണതാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ഇത് പറയാണ്. ഞാൻ ഈ ഫെയർ വർധനയെ പറ്റിയിട്ട് ഒരു കമ്പാരിസൺ കൊടുത്തു. അതിൽ ഒരു കമ്പാരിസൺ കൊച്ചിയിൽ നിന്നായിരുന്നു. കൊച്ചിയിൽ ഡിസംബറിൽ ഒരു ദിവസം പോയിട്ട് തിരിച്ച് ജനുവരി വരുന്ന ഒരു ഫെയർ എടുത്തപ്പോൾ എനിക്ക് കൊച്ചി എയർ ഇന്ത്യ ഫുൾ ഫ്ലൈറ്റ്, നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ല, അവരെ റേറ്റ് 33,000 രൂപയായിരുന്നു. ഞാൻ എഴുതുന്ന ഡേറ്റ് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, ഇത് 2 ആഴ്ച മുമ്പ് നടന്നതാണ്. അത് ഹിന്ദുവിൽ വന്നിരുന്നു, മനോരമയിൽ വന്നിരുന്നു ഇതൊക്കെ. അപ്പോൾ അവിടെയുള്ള ബഡ്ജറ്റ് എയർലൈൻ അല്ല, ബഡ്ജറ്റ് എയർലൈൻ എന്ന് പറഞ്ഞാൽ ചിലവ് കുറഞ്ഞ എയർലൈൻ. ഞാനിത് എയർ ഇന്ത്യ ഫുൾ എയർലൈൻ്റെ എടുത്തപ്പോൾ 45,000 രൂപയായിരുന്നു ഇൻഡിഗോ ചാർജ് ചെയ്തത്. ഈ ന്യൂസ് വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ എയർ ഇന്ത്യയുടെ ഫെയർ ഹൈക്കായി, കാരണം ഡിമാൻഡ് കൂടി. ഈ ഇൻഡിഗോ ഉടനെ റിവർട്ട് ചെയ്തു, അത് 30,000 പോന്നു ഫെയർ. അപ്പോൾ ഇവിടെ ആളുകൾ ഈ കൊള്ള നടക്കുന്നത് ആളുകൾ അറിയുന്നുണ്ട്, ഇവിടുത്തെ മീഡിയകൾ പ്രതികരിക്കുന്നുണ്ട് എന്ന് വന്നാൽ അവർക്ക് ഭയമാണ്. പിന്നെ ഞാൻ മറ്റേ ഇതിലേക്ക് വരികയാണ്, സെക്ടറിലേക്ക് വരികയാണ്. ഈ DGCA ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഇത് വളരെയധികം സാഹുതാർഹമാണ്. ഇത് എല്ലാ സെക്ടറിലും ഞാൻ പറഞ്ഞു വരുന്നത് ഡൊമസ്റ്റിക് സെക്ടർ മാത്രമല്ല, നമ്മൾ ഈ പ്രവാസികളുടെ ദുബായ്ക്കൊക്കെ ഈ നേരത്തെ ഉണ്ടായിരുന്ന കൺട്രോൾ റേറ്റിൽ ദുബായ്ക്ക് മാക്സിമം ഈടാക്കാവുന്ന 30,000 രൂപയായിരുന്നു. ഡൽഹിക്കാണെങ്കിൽ അത് ഇപ്പോൾ 18 വെച്ചിട്ടുണ്ട്, 20 ആയിരുന്നു. അപ്പോൾ അതുപോലെ എല്ലാ സെക്ടറിലേക്കും വന്നു കഴിഞ്ഞാൽ
ഈ പ്രവാസികളോട് ചെയ്യുന്ന ക്രൂരത, ഇത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഒന്നാണ്. പാലൊഴുക്കാം തേനൊഴുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. ഞാൻ അത് കൂടുതൽ ഡീറ്റെയിൽസ് പോകുന്നില്ല. അധികാരത്തിൽ വരുമ്പോൾ ഇതൊക്കെ പറയും. അധികാരം കിട്ടിക്കഴിയുമ്പോഴോ, കഴിഞ്ഞ ദിവസം ഞാൻ ഇത് നമ്മുടെ മൻമോഹൻ സിംഗിൻ്റെ കാലത്തെ കറൻസീനെ പറ്റി പറഞ്ഞല്ലോ, അതായത് നമ്മുടെ അമേരിക്കൻ ഡോളറിൻ്റെ റേറ്റിനെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പം അതേ സംഭവം അന്ന് കുറ്റം പറഞ്ഞ നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി, അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഗുജറാത്തിലെ, ഇപ്പോൾ അതേ അവസ്ഥയാണ്. ഞാൻ ഒരു എക്സാമ്പിൾ അതിൽ പറയുകയാണ്. നമ്മളുടെ നാണ്യശോഷണം. ഞാൻ 95-ൽ തായ്ലൻഡിൽ പോയപ്പോൾ അവിടെ ബാത്തിൻ്റെ റേറ്റ് ഒരു അമേരിക്കൻ ഡോളറിന് 34 രൂപയായിരുന്നു. ഇന്ത്യയുടെ ആണെങ്കിൽ 38 രൂപയും. ഇന്ന് ബാത്തിൻ്റെ റേറ്റ് 40-ന് താഴെയും നമ്മളുടെ 90-ഉം. എനിക്കറിയില്ല, ഞാൻ പല വിദഗ്ധരോടും ചോദിച്ചു, സംസാരിച്ചപ്പോൾ അവർ പലരും പല തട്ടിലാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ സ്ഥിതി. കൺട്രോൾ വേണമെങ്കിൽ കൺട്രോൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഈ മന്ത്രിമാരുടെ ഒക്കെ മേലെയാണ് കൺട്രോൾ ഇവരുടെ കൈ. കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഒന്നാണ്. വലിയ തുക തന്നെയാണ് അതിലും സീലിംഗ് ആയിട്ട് വെച്ചിട്ടുള്ളത്. അതിൽ പ്രേക്ഷകർ അറിയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇൻഡിഗോ എയർലൈൻസും അതിൻ്റെ അനുബന്ധ കമ്പനികളും അതിൻ്റെ ഉടമ രാഹുൽ ഭാട്ടിയയും കൂടി 56 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന നൽകിയത്. അതിൽ ബഹുഭൂരിഭാഗവും നൽകിയിട്ടുള്ളത് ഭരണകക്ഷിയായ BJPക്കാണ് എന്നുകൂടി ഓർക്കണം.